ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICC T20 ലോകകപ്പ് കഴിഞ്ഞ് അതിൻ്റെ ആഘോഷത്തിലാണ് ഇന്ത്യ മുഴുവൻ. പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല. ബാർബഡോസിൽ തന്നെയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചുഴലിക്കാറ്റ് അടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർപോർട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുക. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ വലിയ സ്വീകരണമാണ് ഇന്ത്യൻ ടീമിന് ഒരുക്കുന്നതെന്നാണ് BCCI വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും മുംബൈയിൽ വലിയ ആഘോഷ പരിപാടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു ലോകകപ്പിൽ ജേതാക്കളാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കാനുള്ള അവസരമാണ്. അത് BCCI വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ICC ഈ ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിലെ ഏറ്റവും നല്ല പെർഫോമൻസുകളുടെ ഒരു ബേസിൽ അവരൊരു ടീമിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ലോകകപ്പിലെ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ആളുകളെ വെച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അതൊരു 12 പേരെയാണ് എടുത്തിരിക്കുന്നത്. 11+1 ഒരു 12th മാൻ എന്നുള്ള രീതിയിൽ ഒരു പ്ലെയറിനെ കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 12 പേരുടെ ലിസ്റ്റ് ഇന്ന് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കത് പെട്ടെന്ന് അതിലേക്ക് തന്നെ വരാം. ആദ്യം തന്നെ നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ ലിസ്റ്റ് എന്നുള്ളതിലേക്ക് നമുക്ക് ഈ ICCയുടെ ലിസ്റ്റും പിന്നെ അവിടെ എങ്ങനെയാണ് ആ പ്ലെയർ സ്ഥാനം പിടിച്ചത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ICCയുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക്, ആ ടീമിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അവർ കണ്ടെത്തിയിരിക്കുന്ന 2 താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് റഹ്മാനുള്ള ഗുർബാസുമാണ്. രോഹിത് ശർമ്മ എന്ന് പറയുന്നത് എനിക്കൊരു ICC അതൊരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു 11 ഞാൻ പറയുമ്പോൾ അതിൽ രോഹിത് ശർമ്മ ഡെഫിനറ്റ് ആയിട്ടും ക്യാപ്റ്റൻ ആയിരിക്കും. കാരണം ഇന്ത്യ ലോകകപ്പ് ജയിച്ചു. മാത്രമല്ല രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസി ഈ ലോകകപ്പിൽ വളരെ വളരെ മികച്ചതായിരുന്നു. ഓരോ മൂവ്മെൻറ്റും, ഓരോ ബോളിംഗ് ചേഞ്ചുകളും, ഓരോ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളും എല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും മികച്ചു നിന്നിരുന്ന ഒരു ക്യാപ്റ്റൻസിയിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്നത് എയ്ഡൻ മാർക്രമാണ്, ഒരു നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്ത ഒരാൾ. പിന്നെ റഷീദ് ഖാൻ വളരെ നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്തിരുന്നു ടീമിനെ. പക്ഷേ അതിനേക്കാളൊക്കെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ബോളേഴ്സിനെയും ബാറ്റർമാരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ലോകകപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും അത് ICC പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനും എൻ്റെ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഞാൻ രോഹിത് ശർമ്മേനെയാണ് അവിടെ കണ്ടുവയ്ക്കുന്നത്. പിന്നെ നമ്മൾ ആഫ്റ്റർ ഓൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് നോക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിലെ സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്ററാണ്. അതും സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ അടിച്ചിരിക്കുന്ന എല്ലാം നല്ല മികച്ച ടീമുകളുമായിട്ടാണ്. 3 50 അടിച്ചു. അതിൽ ഒന്ന് അയർലൻഡ് ആയിട്ടായിരുന്നു ആദ്യ മത്സരത്തിൽ. അദ്ദേഹം അത് 50 അടിച്ചതിന് ശേഷം റിട്ടയർഡ് ആവുകയായിരുന്നു. പിന്നെയുള്ള കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർമാർക്കെതിരെ കുറേ മാച്ചുകളിൽ അദ്ദേഹം ഔട്ടായിരുന്നു. പക്ഷേ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു മിന്നുന്ന ഒരു പ്രകടനം, ആ ഒരൊറ്റ പ്രകടനത്തിൻ്റെ പേരിൽ മാത്രം വേണമെങ്കിൽ രോഹിത് ശർമ്മേനെ ഈ ലോക 11 നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നീട് അത് കഴിഞ്ഞ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടായിട്ടും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രകടനങ്ങളുടെ പേരിലൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ആ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു താരം രോഹിത് ശർമ്മ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത ഒരു പൊസിഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ആര് ഓപ്പൺ ചെയ്യുമെന്നുള്ളതിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ്റെ ഓപ്പണിംഗ് ബാറ്ററാണ്. അതിനോട് ഞാനും യോജിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുർബാസിന് പകരം ആ പൊസിഷനിലേക്ക് വരാനായിട്ട് ചില താരങ്ങളുടെ പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ ജോസ് ബട്ട്ലർ ഒരു മാച്ചിൽ USA നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിരുന്നു. ട്രാവിസ് ഹെഡ് ഈ ടൂർണമെന്റിൽ കുറേ മാച്ചുകൾ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ്. പല വേൾഡ് കപ്പ് മാച്ചുകളിലും അല്ലെങ്കിൽ WTC ഫൈനലിലൊക്കെ ഇന്ത്യക്കെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു താരമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ കൂടിയാണ്. അപ്പോൾ രോഹിത് ശർമ്മയുടെ കൂടെ ഒരു ലെഫ്റ്റ് ഹാൻഡറെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. റഹ്മാനുള്ള ഗുർബാസിന് പകരം ആ പൊസിഷനിൽ ട്രാവിസ് ഹെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്, പ്ലസ് അദ്ദേഹം ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഈ ഒരു വർഷത്തെ പെർഫോമൻസ്, ഈ ടൂർണമെന്റിൽ ഒരു പെർഫോമൻസ് നോക്കിയാൽ അവർ ആദ്യമായിട്ടാണ് ICC ടൂർണമെന്റിന്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ ആ സെമി ഫൈനലിൽ അവരുടെ പ്രകടനം ഒട്ടും നന്നായില്ല, വളരെ മോശമായി പോയി എന്നുള്ളതാണ്. പക്ഷെ അതുവരെയുള്ള അവരുടെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ബേസിക്കലി ഒരു ബോളിംഗ് ടീമാണ്. ബോളിംഗ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് അവരുടേത്. അപ്പോൾ അതിൽ ബാറ്റർമാരെന്ന് പറയുന്നത് ഏറ്റവും നല്ല 2 ബാറ്റർമാരെന്ന് ഇബ്രാഹിം സദ്രാനും റഹ്മാനുള്ള ഗുർബാസുമാണ്. അവർ റൺ അടിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിനെ, ശരിക്കും പറഞ്ഞാൽ ആ ടീമിനെ നല്ല ടീമുകളായിട്ടൊക്കെ ജയിപ്പിച്ച്, ഓസ്ട്രേലിയയൊക്കെ പോലെയുള്ള ടീമുകളൊക്കെ ആയിട്ട് ജയിപ്പിച്ച് അവരെ ഈ സെമി ഫൈനൽ വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു ക്രെഡിറ്റ് ഡെഫിനറ്റ് ആയിട്ടും റഹ്മാൻ
ബഹുമാനമുള്ള ഗുർബാസിനുള്ളതാണ്. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം സദ്രാനും സപ്പോർട്ട് ചെയ്തിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് ആ ബാറ്റിങ്ങിന്റെ ഒരു ബേർഡൻ മുഴുവൻ അവരുടെ തോളിൽ ഏറ്റിയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് അവിടെ ട്രാവിസ് ഹെഡിനെതിരെ റഹ്മാനുള്ള ഗുർബാസിനെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഫെയർ ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ഒരു പൊസിഷൻ നമ്പർ 3 പൊസിഷനിലേക്ക് നമുക്ക് പല ആളുകളുടെയും പേര് വരുന്നുണ്ട്. അവിടെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICC പറഞ്ഞിരിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് നിക്കോളാസ് പൂരന്റെ പേരാണ്. അവിടെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമ്മുടെ ഋഷഭ് പന്തിനെ പരിഗണിക്കാം. അങ്ങനെ പല താരങ്ങളെ അവിടെ പരിഗണിക്കാനുണ്ട്. പക്ഷേ നിക്കോളാസ് പൂരനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നു. ഒരു മാച്ചിൽ ഒരു 98 നേടുകയുണ്ടായി. അതല്ലാതെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിട്ടും ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലൊക്കെ ഒരു മിന്നുന്ന താരമാണ്. വളരെ ഒരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ലോക ക്രിക്കറ്റിലെ ഇന്നുള്ള ഒരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു 3 പ്ലെയേഴ്സിനെ എടുത്താൽ അതിലൊന്ന് നിക്കോളാസ് പൂരനാണെന്ന് കണ്ണടച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നമ്പർ 3 പൊസിഷനിൽ നിക്കോളാസ് പൂരനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ അവിടെ ആവശ്യവുമാണ് താനും. ഇനി നമ്പർ 4 പൊസിഷനാണ്. നമ്പർ 4 പൊസിഷനിലേക്ക് ഒരുപാട് പേരുകൾ ഉയർന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്പർ 4 പൊസിഷനിൽ അവർ ICC പറഞ്ഞിരിക്കുന്ന പേര് സൂര്യകുമാർ യാദവിൻ്റെതാണ്. കാരണം സൂര്യകുമാർ യാദവ് ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി നല്ല കുറേ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈല് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊസിഷനിലേക്ക് ഒരു നമ്പർ 4 പൊസിഷനിലേക്ക് സൂര്യകുമാർ യാദവ് എന്തുകൊണ്ടും അർഹനാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആയതുകൊണ്ട് ആ പൊസിഷനിൽ കളിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 4 പേരുടെ പേര് പറഞ്ഞതിൽ ഈ 4 പേരുടെ പേര് ICC അനൗൺസ് ചെയ്തിരിക്കുന്നത് 4 പേരുടെ പേരുടെ കൂടെ ഞാനും യോജിക്കുന്നു എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ഒരു പൊസിഷനിലേക്ക് അവർ പറഞ്ഞിരിക്കുന്ന പേര് എന്ന് പറയുന്നത് മാർക്കസ് സ്റ്റോയിനിസിന്റെ പേരാണ്. അതായത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസ്. അദ്ദേഹം ഈ ടൂർണമെന്റിൽ നല്ല പ്രകടനങ്ങൾ ഒരുപാട് പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനും സാധിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ അവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം വേണമെങ്കിൽ അദ്ദേഹം ഒരു മീഡിയം പേസ് ഓൾറൗണ്ടറാണ്. ആ ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആൻഡ്രെ റസലിനെ പരിഗണിക്കാം. ആൻഡ്രെ റസൽ ഈ മാർക്കസ് സ്റ്റോയിനിസിനെ പോലെ തന്നെയുള്ള ഒരു പ്ലെയർ, കുറച്ചും കൂടെ ബെറ്റർ ബോളിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. ആൻഡ്രെ റസലിന്റെ പവർ ഹിറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആൻഡ്രെ റസലിനെ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ICCയുടെ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൻഡ്രെ റസൽ നല്ലൊരു ചോയ്സ് ആണ്. ഞാനത് പറയുന്നില്ല, അവിടെ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ എടുക്കാൻ പറ്റുന്ന മറ്റ് 2 താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹെൻറിച്ച് ക്ലാസിനും മറ്റൊന്ന് ഡേവിഡ് മില്ലറുമാണ്. 2 സൗത്ത് ആഫ്രിക്കൻ താരങ്ങളാണ്. പക്ഷേ രണ്ടുപേർക്കും വലിയ ഒരു പെർഫോമൻസുകളൊന്നും ഈ ടൂർണമെന്റിലില്ല. പക്ഷേ ക്ലാസിന്റെ ആ ഫൈനലിലെ ഇന്ത്യയുമായിട്ടുള്ള ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർബ് ഇന്നിങ്സ് ആയിരുന്നു. കാരണം അത്രയും പ്രഷറിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യവുമായിട്ട്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം എന്ന് പറയാൻ കാരണം അത്രയും സ്പിൻ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു രാജ്യം, ഇത്ര നല്ല എക്സലന്റ് ആയിട്ടുള്ള സ്പിന്നേഴ്സിനെ അദ്ദേഹം കുൽദീപ് യാദവിനെയും അക്ഷർ പട്ടേലിനെയും അദ്ദേഹം അടിച്ചകറ്റിയ ഒരു രീതി, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു പൊസിഷനിൽ ഈ അധിക പെർഫോമൻസ് ഇല്ല ഈ ഒരു മാച്ചിലാണ് അദ്ദേഹം നന്നായി ചെയ്ത് ഫൈനൽ. പക്ഷേ ആ ഫൈനൽ ഒരു ബിഗ് മാച്ചാണ്. ആ ബിഗ് മാച്ച് റണ്ണടിക്കുന്ന ആളെ നമ്മൾ ബിഗ് മാച്ച് പ്ലെയർ എന്ന് തന്നെ വിളിക്കണം. കാരണം മറ്റുള്ള മാച്ചുകൾ പോലെ അല്ലല്ലോ ഫൈനലിൽ. ശരിക്കും സെമി ഫൈനലൊക്കെ കുറേ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റണ്ണടിക്കുന്നവരാണ് മെന്റലി കൂടുതലായിട്ടുള്ള ടഫ് ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആ പൊസിഷനിൽ മില്ലർ ഓർ ഹെൻറിച്ച് ക്ലാസൻ ഇവരെ പരീക്ഷിക്കാം എന്നുള്ളതാണ് ഈ മാർക്കസ് സ്റ്റോയിനിസിന്റെ പൊസിഷനിൽ. അത് ഒരു നമ്പർ 5 പൊസിഷനാണ്. ഇനി നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ കണ്ണടച്ച് നമുക്ക് അവിടെ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യാം. അതൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ ICC പറഞ്ഞിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പേരാണ്. അതിൽ യാതൊരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനും അതിനോട് യോജിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് ആ ഒരു പൊസിഷനിൽ എന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല കോൺട്രിബ്യൂഷൻസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ച ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ ആ ഒരു നമ്പർ 6 പൊസിഷൻ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് സീൽ ചെയ്യാമെന്ന് തോന്നുന്നു. ഇനി അടുത്ത 2 പൊസിഷനുകൾ എന്ന് പറയുന്നത് നമ്പർ 7, നമ്പർ 8 പൊസിഷനുകൾ. ഈ 2 പൊസിഷനിലേക്കും 2 സ്പിന്നേഴ്സിനെയാണ് ICC പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തത് നമ്മുടെ അക്ഷർ പട്ടേലാണ്, രണ്ടാമത്തത് റഷീദ് ഖാനാണ്. ഈ 2 പൊസിഷനിലും അക്ഷർ പട്ടേൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് ഈ ടൂർണമെന്റിൽ കളിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2 മാച്ചുകളിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ വന്നത്, ഒന്ന് ഫൈനലിലും അതുപോലെ പാകിസ്ഥാനായിട്ടുള്ള മാച്ചിലും കയറി ബാറ്റ് ചെയ്യാൻ വന്ന് നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്യാനായിട്ട്. ഇന്ത്യ 34 റണ്ണിന് 3 വിക്കറ്റ് പോയിരിക്കുന്ന സമയത്താണ് അക്ഷർ പട്ടേൽ ഫൈനലിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തതെന്നുള്ളത് വലിയ ഒരു വ്യത്യാസമുണ്ടാക്കി ആ മാച്ചിൽ എന്നുള്ളതാണ്. പിന്നെ ആ ഫൈനലിൽ ഒഴിച്ച് മറ്റുള്ള മാച്ചുകളിലെല്ലാം തന്നെ സെമി ഫൈനലിലൊക്കെ എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യാനായിട്ടും അക്ഷർ പട്ടേലിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം സ്പിൻ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തൊരു പൊസിഷൻ നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ ആ ഒരു പൊസിഷനിലുള്ളത് റഷീദ് ഖാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. റഷീദ് ഖാനെയാണ് ICC അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു പൊസിഷനെ പറ്റി ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ റഷീദ് ഖാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2020 ബോളറാണ്. ഈ
ടൂർണമെന്റിൽ എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനെ സെമി ഫൈനൽ വരെ എത്തിക്കാനും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കഴിയുകയും ചെയ്തു. അത്യാവശ്യം ബാറ്റ് കൊണ്ട് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാനും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ സീലിലാണ് 8 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ വരാൻ പോകുന്നത് റഷീദ് ഖാനാണ്. അത് തന്നെയാണ് ICC പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സ്പിന്നറെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2-3 സ്പിന്നേഴ്സ് ആ പൊസിഷനിലേക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവർ ഒന്ന് ഇന്ത്യയുടെ കുൽദീപ് യാദവാണ്. പക്ഷേ ഇന്ത്യ കുൽദീപ് യാദവിനെ USA-ലുള്ള ഒരു മാച്ചുകളിൽ പോലും യൂസ് ചെയ്തില്ല. കാരണം അത് ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളായിരുന്നു. പിന്നീട് കളി വെസ്റ്റ് ഇൻഡീസിലേക്ക് മാറിയപ്പോഴാണ് സൂപ്പർ 8 ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം ഈ ഫൈനലിൽ ഒഴിച്ചുള്ള എല്ലാ മാച്ചുകളിലും വളരെ നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഹെൻറിച്ച് ക്ലാസിന്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഫൈനലിൽ കുറച്ച് അടി കിട്ടിയത്. അല്ലാത്ത മാച്ചുകളിലെല്ലാം അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കുൽദീപ് യാദവിനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ആദം സാംബ ഓസ്ട്രേലിയയുടെ, അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം ഓസ്ട്രേലിയക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ആദം സാംബ. അപ്പോൾ ആദം സാംബനെ ആ ഒരു പൊസിഷനിലേക്ക് ഈ രണ്ടുപേരാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ICC തെരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടുപേരെന്ന് പറയുന്നത് അക്സർ പട്ടേലും റഷീദ് ഖാനുമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ നമുക്കൊരു ഡിസ്കഷന്റെ തന്നെ ആവശ്യമില്ല. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് ആ പൊസിഷനിൽ ICC അനൗൺസ് ചെയ്തിരിക്കുന്ന താരം. ആ ഒരു നമ്പർ 9 പൊസിഷനിൽ നമുക്ക് ആരെ പറ്റിയും ഇനി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു. അത് മാത്രമൊന്നുമല്ല, ഇന്ന് ലോകത്തുള്ളതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായിട്ട് നമുക്ക് ഈ ജസ്പ്രീത് ബുംറയെ വാഴ്ത്തപ്പെടേണ്ട ഒരു താരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റി നമുക്ക് അവിടെ ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. ഇനി നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ ICC തിരഞ്ഞെടുത്തിരിക്കുന്നത് അർഷദീപ് സിംഗിനെയാണ്. ഇന്ത്യക്ക് വേണ്ടി ഈ ടൂർണമെന്റിൽ നല്ല രീതിയിൽ ബൗൾ ചെയ്യുകയും അതുപോലെ തന്നെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർമാരിലേക്ക് എത്തുകയും ചെയ്ത ഒരാളാണ് അർഷദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു ബൗളർ. അദ്ദേഹം ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേരിയേഷൻ, ആ ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളിങ്ങിന്റെ വേരിയേഷൻ ബുംറയുമായി മൊത്ത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICCയുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്ന അർഷദീപിന്റെയാണ്. അത് അവിടെ തന്നെ ഒരു നമ്പർ 10 പൊസിഷനിൽ നമുക്ക് അത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോഴാണ് കുറെ കൺഫ്യൂഷൻസ് ഉള്ളത്. നമ്പർ 11 പൊസിഷനിലേക്ക് ICC പറഞ്ഞിരിക്കുന്നത് ഫസലക് ഫറൂഖിയാണ്. അഫ്ഗാനിസ്ഥാനെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത് സെമി ഫൈനൽ വരെ എത്തിച്ച അവരുടെ ബോളിങ്ങിന്റെ ഒരു തുറുപ്പ് ചീട്ടായിട്ടുള്ള റഷീദ് ഖാൻ കഴിഞ്ഞാൽ ആ ടീമിലെ ഏറ്റവും മികച്ച ബൗളർ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഫസലക് ഫറൂഖിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ICC ആ ടീമിൽ എടുത്തിരിക്കുന്ന നമ്പർ 11 പ്ലെയർ എന്ന് പറയുന്നത് ഈ ഫറൂഖിനെയാണ്. പക്ഷേ ആ ഫറൂഖിയുടെ പൊസിഷനിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഈ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നു. പാറ്റ് കമ്മിൻസ് ഒരാളാണ്. കാരണം 2 ഹാട്രിക് ആണ് ഈ ടൂർണമെന്റിൽ അദ്ദേഹം എടുത്തത്. ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് സൗരവ് നേത്രവാൽക്കറുടെ പേര് പറയാം. കാരണം അദ്ദേഹം ഒരു നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി അതിൽ ഏറ്റവും മിസ് ചെയ്ത് പോയിരിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അദ്ദേഹത്തിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയത് ആൻഡ്രിച്ച് നോർക്കിയാണ്. ആൻഡ്രിച്ച് നോർക്കിയ ഈ ടൂർണമെന്റിൽ ഉടനീളം അവർക്ക് വേണ്ടി നല്ല രീതിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ ബൗൾ ചെയ്തു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനെ ഈ ടീമിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റി അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ കൊടുത്തിരിക്കുന്നത് ഒരു 12th മാൻ എന്ന് പറയുന്ന ഒരു 12ാമത്തെ പേരായിട്ടാണ് കൊടുത്തത്. 12 പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. 12th മാൻ തന്നെയാണ് ആൻഡ്രിച്ച് നോർക്കിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ടീമിലേക്ക് എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഫസലക് ഫറൂഖിയുടെ ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിൽ ആൻഡ്രിച്ച് നോർക്കിയെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ രണ്ടുപേരും നന്നായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രിച്ച് നോർക്കിയ അത്ര നല്ല രീതിയിൽ ഈവൻ ഫൈനലിൽ പോലും ഇന്ത്യക്കെതിരെ അവസാന ഓവറുകളിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ സാധിച്ചു. IPL വലിയ രീതിയിലൊന്നുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷെ അതിന്റെ ആ ഒരു കറകളൊക്കെ കഴുകിക്കളയാനായിട്ട് അദ്ദേഹത്തിന് ഈ വേൾഡ് കപ്പിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ടീം എന്ന് പറയുന്നത്. ICCയുടെ ഒരു ടീം അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടീമാണ്. ഇനി ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞ ആളുകളുടെ പേരുകൾ കൂടാതെ ഒരുപാട് പേരെ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 6 പേര് ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ 12 പേരുള്ളതിൽ അല്ലെങ്കിൽ 11 പേരുള്ളതിൽ 6 പേരും ഇന്ത്യക്കാരാണെന്നുള്ളതാണ്. 3 പേര് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരങ്ങളാണ്. ഫസലക് ഫറൂഖി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരമാണ്. റഹ്മാനുള്ള ഗുർബാസ്, റഷീദ് ഖാൻ, ഇവർ 3 പേരും അവിടെ നിന്ന്. അപ്പോൾ 6, 3, 9 ആയി. പിന്നെ മാർക്കസ് സ്റ്റോയിനിസ് ഓസ്ട്രേലിയൻ താരവും നിക്കലസ് പൂരൻ വെസ്റ്റ് ഇന്ത്യൻ താരവുമാണ്. ഇതാണ് ഈ 11 എന്ന് പറയുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആകെ 12th മാൻ ആയിട്ടാണ് ആൻഡ്രിച്ച് നോർക്കിയെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫൈനലിലെത്തിയ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ. അത് 12th മാൻ ആയിട്ടാണ് ആൻഡ്രിച്ച് നോർക്കി ഉൾപ്പെടുത്തിയതിന്. ആ മിഡിൽ ഓവർ സോൾട്ടിൽ മാർക്കസ് സ്റ്റോയിനിസിന് പകരം വേണമെങ്കിൽ ഹെൻറിച്ച് ക്ലാസൻ ഒരു മില്ലർ എന്നുള്ള ഈ 2 പേരിൽ ആരെങ്കിലും പരിഗണിക്കാം എന്നുള്ള ഒരു അഭിപ്രായം
എനിക്കുണ്ട് ഹെൻറിച്ച് ക്ലാസിൻ്റെ ഒരു ഇന്നിങ്സ്. അത് ഞാൻ ഇതിനു മുമ്പും പല അവസരങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഹെൻറിച്ച് ക്ലാസിന് ഈ സ്പിൻ ബൗളിംഗ് കളിക്കാൻ 2020 ഏറ്റവും മികച്ച ബാറ്ററാണ് എന്നുള്ളത്. ഏതായാലും ICCയുടെ ഒരു 11 ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് പറഞ്ഞത് എന്തുകൊണ്ട് അവർ ആ ഒരു പൊസിഷനിൽ വന്നു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ ടീമിൽ ഇനി ഈ ടീമിലല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ കുറിക്കുകയാണെങ്കിൽ എനിക്കും കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ നിങ്ങൾ കുറിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ, ഇപ്പം ഞാൻ റഹ്മാനുള്ള ഗുർബാസിനെയും ട്രാവിസ് ഹെഡിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ട്രാവിസ് ഹെഡ് ലെഫ്റ്റ് ഹാൻഡർ ആണ്, പക്ഷേ നല്ല ബിഗ് മാച്ച് പ്ലെയർ ആണ്. പക്ഷേ എന്തുകൊണ്ട് റഹ്മാനുള്ള ഗുർബാസിനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ICC അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഇതുപോലൊരു ടീമിനെ സെമി ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ആ ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു ചുമതല ഒറ്റയ്ക്ക് ചുമതലയേറ്റി എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. ഇങ്ങനെയുള്ള ചില കമൻസ് ഒക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കും കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും, അത് എനിക്കും കൂടെ ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.